പനേനാർകാവിൽ അമ്മയുടെ ഈ സന്നിധിയെ കഴിഞ്ഞ ശക്തമായ ദൈവസ്ഥാനം സത്തായിരിക്കുന്നത് സമാധാനം കുറിച്ചുകൊണ്ടുള്ള ഭഗവാന്റെ ഭക്തിസാന്ദ്രമായ തീർത്ഥയാത്രയാണ് കടന്നു വരുന്നത്. നാടിനെ നാട്ടാരെ ഓം അമ്മേ ശരണം ദേവീ ശരണം. പനയന്നാർകാവ് ദേവീക്ഷേത്രം, കാപ്പിൽമേക്ക്, കൃഷ്ണപുരം. 6ാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം കഴിഞ്ഞതിന് ശേഷം അവഭൃത സ്നാന ഘോഷയാത്രയുണ്ടായിരുന്നു. അതിന്റെ പ്രസക്ത ഭാഗങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. യജ്ഞശാലയിൽ നിന്ന് മുത്തുക്കുട, താലപ്പൊലി, വാദ്യാഘോഷങ്ങൾ എന്നിവയുടെ അകമ്പടിയോടുകൂടി പുറപ്പെട്ട് പനയന്നാർകാവ് ജംഗ്ഷൻ, മേനാത്തേരി ജംഗ്ഷൻ, കൊച്ചാലുംമൂട് ജംഗ്ഷനിൽ നിന്ന് കിഴക്കോട്ട് പുരയ്ക്കൽ മുക്ക് വഴി ക്ഷേത്രത്തിൽ എത്തി ക്ഷേത്രക്കുളത്തിൽ ആറാടിയതിനു ശേഷം യജ്ഞശാലയിൽ എത്തിച്ചേരുന്നു. ഘോഷയാത്ര കടന്നു പോകുന്ന വീഥികളുടെ ഇരുവശവും താമസിക്കുന്ന ഭക്തജനങ്ങൾ വിളക്കുകൾ തെളിയിച്ചും നിറപറ കൊടുത്തും നമ്മുടെ ഈ ഘോഷയാത്രയെ വൻ വിജയമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. താലപ്പൊലി എടുക്കുവാനായി സ്ത്രീജനങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ അവിടെ ഉണ്ടായിരുന്നു. ഭക്തജനങ്ങളെ നമ്മുടെ നാടിന്റെ പരദേവതയായ കാപ്പിൽമേക്ക് പനയന്നാർകാവ് ദേവീക്ഷേത്രത്തിലെ 6ാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം, അതിന്റെ ഉദ്ദേശം കലികാല ദുഷ്കൃത്യങ്ങൾ അകറ്റുവാനും മനുഷ്യ മനസ്സിൽ ശുദ്ധിയും ശാന്തിയുമേകുവാനും ഭക്തി വളർത്തുവാനും അതിലൂടെ മുക്തി ലഭിക്കുവാനും ഭാഗവത ശ്രവണം പോലെ മറ്റൊന്നില്ല. ജീവിതത്തിൽ അപൂർവമായി മാത്രം കിട്ടുന്ന ധന്യമുഹൂർത്തമായ ഭാഗവത സപ്താഹ പാരായണം കേൾക്കുന്നതിനും മോക്ഷദായകമാക്കി മാറ്റുന്നതിനും ജനങ്ങൾക്ക് നല്ലൊരവസരം, ദുരിതങ്ങളിൽ ഉഴലുന്ന മർത്യന് സമാധാനവും ഐശ്വര്യവും ധർമ്മചിന്തയും പ്രദാനം ചെയ്യുന്നതിനും ശ്രീകൃഷ്ണ കഥകൾ ശ്രവിക്കണമെന്നാണ് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത്. ഈ കഴിഞ്ഞ സപ്താഹ യജ്ഞം യജ്ഞാചാര്യൻ ബ്രഹ്മശ്രീ പിരളിയിൽ പരമേശ്വരൻ നമ്പൂതിരി റാന്നി, യജ്ഞ പൗരാണികർ ശ്രീ വിരിഞ്ഞം ശുഭാങ്കൻ, ശ്രീ ശൂരനാട് വിജയൻ, ശ്രീ നെല്ലുമുകൾ സുധി, യജ്ഞ ഹോതാവ് ബ്രഹ്മശ്രീ ദിലീപ് ശർമ്മ ചങ്ങനാശ്ശേരി, തബല ശ്രീ രാധാകൃഷ്ണൻ, തന്ത്രി ബ്രഹ്മശ്രീ ശ്രീകുമാർ ഭട്ടതിരി അടിമുറ്റത്തുമടവും, മേൽശാന്തി ശ്രീ ബ്രഹ്മശ്രീ സുരേഷ് നമ്പൂതിരി തോട്ടത്തിലി.